വയനാട്ടിൽ നിന്ന് എംപിയായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയങ്ക ഗാന്ധി ആദ്യമായി മണ്ഡലത്തിലേക്ക് എത്തുന്നു. ഇന്നും നാളെയും വയനാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിജയാഘോഷ പരിപാടികളിൽ പ്രിയങ്ക പങ്കെടുക്കും. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയ്ക്ക് ഒപ്പമുണ്ടാകും. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് ഇന്നത്തെ പരിപാടികൾ. ഷബീർ ഒമർ കൂടുതൽ വിവരങ്ങൾ നൽകും. ഷബീർ, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കണ്ടതിനേക്കാൾ വലിയ ആവേശത്തിലാകും വയനാട്ടിലെ UDF പ്രവർത്തകർ, വയനാട്ടുകാർ എന്ന് ഉറപ്പിക്കാം. ഇപ്പോൾ ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ടോ? ഒപ്പം തന്നെ ഇന്നത്തെ ആഘോഷ പരിപാടികളൊക്കെ എങ്ങനെയാണ്? അനീഷ, 12 മണിക്കാണ് ആദ്യ പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ മുക്കത്താണ് ആദ്യ പൊതുയോഗം, വിജയാഘോഷ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. 11:30 കരിപ്പൂർ വിമാനത്താവളത്തിൽ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം നേരെ കോഴിക്കോട് മുക്കത്തെ പരിപാടിയിൽ പങ്കെടുക്കും. പിന്നാലെ ഉച്ചയ്ക്ക് ശേഷം മലപ്പുറം ജില്ലയിലാണ് പരിപാടികളുള്ളത്. 3 സ്ഥലങ്ങളിൽ, അതായത് ആദ്യം നിലമ്പൂരിനടുത്തുള്ള കരുളായിലാണ് പൊതുയോഗമുള്ളത്, അതിനുശേഷം വണ്ടൂരിൽ, അതിനുശേഷം എടവണ്ണയിൽ. ഇങ്ങനെ 3 സ്ഥലങ്ങളിൽ പൊതുപരിപാടികളിൽ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പങ്കെടുക്കും. നാളെയും കൂടി ഇവർ രണ്ടുപേരും വയനാട് ലോക്സഭാ മണ്ഡല പര്യടനത്തിലുണ്ടാകും. നാളെ വയനാട് ജില്ലയിലാണ് ഈ പര്യടന പരിപാടിയുള്ളത്. വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, ഒപ്പം തന്നെ മാനന്തവാടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നാളത്തെ പരിപാടികൾ, ഈ 3 സ്ഥലങ്ങളിൽ കൂടി നാളെ പരിപാടിയുണ്ട്. എന്തായാലും അനീഷ് സൂചിപ്പിച്ചതുപോലെ വലിയ ആഘോഷമാക്കാൻ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ, നേതാക്കളുടെ തീരുമാനം. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടം പോലെയല്ല, വലിയ ഭൂരിപക്ഷത്തിന് 4 ലക്ഷത്തിലധികം വോട്ട് നേടി വിജയിച്ചതാണ്. അപ്പോൾ ഈ വോട്ടർമാർക്ക് നന്ദി അറിയിക്കാനായാണ് പ്രിയങ്ക എത്തുന്നത് എന്നാണ് കോൺഗ്രസ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് വലിയ ആഘോഷ പരിപാടി തന്നെയായിരിക്കും സംഘടിപ്പിക്കുക. അതിനുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അത് ഈ ഭൂരിപക്ഷത്തിന്റെ കാര്യം പറയുമ്പോൾ പ്രത്യേകം പറയേണ്ടത്, ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അല്ലെങ്കിൽ വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം ചെറിയ തരത്തിലൊരു ആശങ്ക ഉണ്ടായിരുന്നു. കാരണം പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പാണ്, അത് ഭൂരിപക്ഷത്തെ ബാധിക്കുമെന്നതടക്കമുള്ള ആശങ്ക ഉണ്ടായിരുന്നു. 5 ലക്ഷം ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് നേതാക്കൾ പ്രഖ്യാപിച്ചിരുന്നാൽ വലിയ കുറവില്ലാതെ 4 ലക്ഷത്തിലധികം വോട്ട് നേടി പ്രിയങ്ക ഗാന്ധി ജയിച്ചു. ഒപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2024 തുടക്കത്തിൽ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം നേടി. അപ്പോൾ ഈ ഭൂരിപക്ഷം നേടിയ വലിയ വിജയത്തിൽ വലിയ ആഘോഷമാക്കാൻ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ തീരുമാനം. ആ നിലയ്ക്കുള്ള മുന്നൊരുക്കങ്ങൾ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അനീഷ.